ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1-2 വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശാസ്ത്രിമാരെയും പരീശന്മാരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന 23 അധ്യായത്തിന് ശേഷം 24-25 അധ്യായങ്ങൾ മർക്കോസ് 13 ലൂക്കോസ് 21 കാണുന്നത് പോലെ തന്നെയാണ്. ഒലിവുമല പ്രഭാഷണം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം മർമ്മപ്രധാനമായ വചനങ്ങൾ ഈ ഒലിവുമലയിൽ വെച്ച് കർത്താവ് അരുളി ചെയ്തു. മഹാപീഡനത്തെയും കർത്താവിന് രണ്ടാം വരവിനെയും ചൂണ്ടിക്കാണിക്കുന്ന 24 അധ്യായം പൂർണ്ണമായും ഒരു പ്രാവചനികമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ആദ്യ 2 വാക്യങ്ങൾ യെരുശലേം നാശത്തെ പറ്റിയുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പും 3 മുതൽ ഏറെക്കുറെ 14 വാക്യം വരെ മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയെപ്പറ്റിയും തുടർന്ന് അങ്ങോട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും മഹാപീഡനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഉപമകളും സൂചനകളും ഒക്കെയാണ് നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ ഈ ഒലിവുമല യാത്ര വളരെ പ്രാധാന്യമേറിയതാണ്. ദേവാലയം വിട്ടുപോകുന്നതും ഒലിവുമലയിൽ ഒന്നിച്ചു കൂടുന്നതും ഒക്കെ ഒരു പ്രതീകാത്മകമായി നമുക്ക് കാണാം. 23 അധ്യായത്തിൻ്റെ 38 വാക്യത്തിൽ കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന വസ്തുത ഇവിടെ നമ്മൾ വായിച്ച 2 വാക്യത്തിൽ ഒന്നുകൂടെ പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്നു. ദൈവഭവനത്തിൽ നിന്നും മഹത്വം അകന്നു പോകുന്നു എന്ന യെഹെസ്കേൽ പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ ഏറെക്കുറെ സമർത്ഥവ്യമായി രേഖപ്പെടുത്തുകയാണ്. 21 അധ്യായത്തിലെ പ്രവചനം ദേവാലയത്തിനുള്ളിൽ നിന്നാണെങ്കിൽ ഈ പ്രവചനം ദേവാലയം വിട്ട് പോകുമ്പോഴാണ്. ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ കലാപരമായ മഹത്വത്തെ കാണുമ്പോൾ കർത്താവ് അതിൻ്റെ നാശം മുൻകൂട്ടി പറയുന്നു. മത്തായി സുവിശേഷത്തിലെ 37 പ്രവചനമായി ഇതിനെ കാണാം. യെരുശലേം ആലയത്തിൻ്റെ സമ്പൂർണ്ണ നാശം പ്രവാചകന്മാരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മീഖ 3 അധ്യായത്തിലും അതുപോലെ ഇരമ്യാവിൻ്റെ 7 അധ്യായത്തിലും നമുക്കിത് കാണാം. BC 20 ആണ്ടിൽ ഹെരോദ് ദ ഗ്രേറ്റ് പണിതു തുടങ്ങിയ ഈ ആലയത്തിൻ്റെ പണി AD 64 ഏറെക്കുറെ പൂർത്തിയായത്. ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരൻ ഹിമഗിരി എന്നാണ് ഇതിനെ ഉപമിക്കുന്നത്. നിറഭേദങ്ങളോടുകൂടെയുള്ള 70 അടി നീളവും 10 അടി വീതിയും 8 അടി പൊക്കവുമുള്ള കല്ലുകളായിരുന്നു അതിൻ്റെ നിർമ്മിതിയിൽ. 52 അടി പൊക്കമുള്ള 162 മാർബിൾ ഫലകങ്ങൾ മുൻവശത്ത് വച്ചിരുന്നു. ഇത് ഡേക്ക് ബൈബിളിൽ ഈ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ഈ മന്ദിരം ശൂന്യമാകുമെന്ന് പറഞ്ഞതിൽ ശിഷ്യന്മാരെ ഏറെക്കുറെ ആശ്ചര്യപ്പെട്ടു പോയി. അതിന് കാരണം റോമ സാമ്രാജ്യത്തിൽ അന്ന് നിലനിന്നിരുന്ന സമ്പൂർണ്ണ സമാധാനം എന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പാക്സ് റൊമാന എന്നത്. അതായത് സാമ്രാജ്യം അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് പ്രജകൾക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വത്തിൻ്റെ സമാധാനമായിരുന്നു പാക്സ് റൊമാന. അത് ഒരു
രാഷ്ട്രീയ സമാധാനമായിരുന്നു. ഈ സാമ്രാജ്യത്തിൻ്റെ മഹത്വവും ദേവാലയവുമായിരുന്നു ആ സംഭവമായി അവർക്കന്ന് തോന്നിയ ആ പ്രവചന വാക്കുകൾ. 40 വർഷത്തിനുള്ളിൽ AD 70 ഇത് പൂർത്തിയാക്കപ്പെട്ടു. ഉന്നതമായ ഒരു മഹാസൗധം ഉണ്ടായിരുന്നുവെന്ന് തോന്നാത്ത വിധം നിശേഷമായി ആലയം റോമാക്കാരാൽ തകർക്കപ്പെട്ടു. ടെറൻഡിയസ് എന്ന പട്ടാളക്കാരൻ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇളക്കിയത് മിഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ ഒരു നിറവേറലായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദേവാലയത്തിൻ്റെ നിർമ്മിതിയും അതിൻ്റെ പൗരാണികതയുമൊക്കെ ഒരു പക്ഷെങ്കിൽ വളരെ ആകർഷണീയതയുള്ളതാവാം. എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഉണ്ട് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗം വളരെ വാസ്തവമാണ്. നമ്മുടെ ഭക്തി ദേവാലയ ഭക്തിയാകരുത്, നമ്മുടെ ഭക്തി മതഭക്തിയുമാകരുത്. ദൈവത്തിൽ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ടുള്ള ദൈവവിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ഭക്തിയാവണം നമ്മുടെ ഭക്തി. കർത്താവ് അതുതന്നെയാണ് പറയുന്നത്. ഈ കാണുന്ന മന്ദിരങ്ങളെല്ലാം പൊളിയപ്പെടും. നമ്മൾ അതിശക്തമെന്ന് കാണുന്ന പലതും ഒരു പക്ഷെങ്കിൽ നാളെ ഇല്ലാതെയാകും. എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന കർത്താവിൻ്റെ ആ ഒരു സൂചന വളരെ അർത്ഥവത്താണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ലോയൽറ്റിയും ദൈവത്തോടാണ്. ദൈവം മുഖാന്തരം അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനായ കർത്താവ് മുഖാന്തരം അല്ലാതെ നമുക്ക് മറ്റ് ഒരു സ്ഥാപന ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തി ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നതിനും നിലനിൽക്കുന്നതിനുമുള്ള മുഖാന്തരങ്ങളായി നമ്മൾ മന്ദിരങ്ങളെയും ദേവാലയങ്ങളെയും സഭയെയും ഒക്കെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ആത്മീയത കൂടുതൽ അർത്ഥവത്തുള്ളതാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം പൂർണ്ണമായും ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാറ്റിനേക്കാളും ദൈവത്തിൻ്റെ മഹത്വം വലിയതാണ്. കർത്താവെ, അവിടുത്തെ ശക്തി വലുതാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആശ്രയവും എല്ലാ സങ്കേതവും ദൈവത്തിലാണ്. ഞങ്ങൾക്കതിലേക്ക് നയിപ്പാൻ, അതിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.